ഹലോ ഫ്രണ്ട്സ്, വള്ളൂനാട ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അനിമോൾ ഇല്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ അനിമോളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. നാളെ വൈകുന്നേരത്തെ അനിമോൾ വരുള്ളൂ. അപ്പോൾ അനിമോൾ ഈ വീഡിയോയിൽ ഒന്നുമില്ല. അപ്പോൾ രാവിലെയൊക്കെ തന്നെ എഴുന്നേറ്റ് നമ്മൾ 5:30 തന്നെ എഴുന്നേറ്റ് കേട്ടോ. സാധാരണ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുന്നേറ്റു. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച ഏറ്റവും തിരക്ക് കൂടിയ ദിവസമാണ്. അതുകൊണ്ട് നേരത്തെ എണീക്കുക അതൊരു നിവർത്തി. അമ്മയ്ക്ക് വയ്യാന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഫുള്ള് വർക്ക് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അവർ 3 പേരും എണീറ്റില്ല. 3 പേരും നല്ല ഉറക്കമാണ്. എന്തായാലും ഉറങ്ങിക്കോട്ടെ, നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങാം. അവർ എണീക്കുമ്പോഴേക്കും ചായ റെഡിയാക്കുന്നത് വരെയുള്ള പണികൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴ, രാത്രിയൊക്കെ നല്ല മഴ പെയ്യുന്നത് കാരണം ഈ നമ്മുടെ മുറ്റത്ത് ഈ മുളയുണ്ടല്ലോ, മുളയുടെ ഇല അത് അടിച്ചാലേ കിട്ടില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതും ഈ ചളിയും കൂടി ആയതുകൊണ്ട് അത് ഒട്ടി നിൽക്കും. എത്ര അടിച്ചാലും കിട്ടില്ല. അത് ഭയങ്കര ഒരു കഷ്ടപ്പാടാണ് നമുക്ക് ഈ രാവിലെ അടിച്ചു കോരലുകൊണ്ട്. അങ്ങനെ അടിച്ചു കോരലൊക്കെ പാത്രങ്ങളിലൊന്നും വെള്ളമില്ല. പക്ഷേ ഈ രാത്രിയൊന്നും പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വയ്ക്കാൻ പറ്റില്ല. ഈ നായ്ക്കളൊക്കെ ഭയങ്കര ശല്യം നായ്ക്കളുടെ. അതുകൊണ്ട് ഈ പാത്രങ്ങളൊന്നും വെള്ളം നിറച്ച് വയ്ക്കുന്ന പതിവില്ല. രാവിലെ അങ്ങനെ പോയി മോട്ടറൊക്കെ ഇട്ടു. മോട്ടറിടാൻ ചെറിയൊരു കഷ്ടപ്പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കഷ്ടപ്പാടല്ല, നമുക്കതിൻ്റെ പ്ലഗ് കറക്റ്റ് ആവുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അങ്ങനെ സ്വിച്ചൊക്കെ ഇട്ട് വെള്ളം പിടിക്കാൻ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടോ. ബാത്റൂമിലെ പാത്രങ്ങളും മറ്റു പാത്രങ്ങളൊക്കെ നിറച്ച് നമ്മൾ പിന്നെ നേരെ ചായക്കുള്ള വെള്ളം വെക്കുക കേട്ടോ. ഇവർ എണീക്കുമ്പോഴേക്കും ചായ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അമ്മ എണീറ്റ് അമ്മയ്ക്ക് ചായ വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ അടുപ്പിൻ്റെ മുകളിൽ വെച്ചു, കത്തിച്ചു, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ ആയിട്ടില്ല. ചായ റെഡി ആകുമ്പോഴേക്കും കുറച്ച് പാടത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാടത്ത് കൃഷിയൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഭംഗിയാണ്. ഇപ്പം മഴ പെയ്തിട്ട് പുല്ലൊക്കെ ഉണ്ടായിട്ട് ഇപ്പം തന്നെ കാണാൻ ഭയങ്കര ഭംഗി. എൻ്റെ സൗണ്ട് എന്താണെന്ന് ഇങ്ങനെ വിചാരിക്കണ്ട, എൻ്റെ അല്ല, വീട്ടിൽ എല്ലാവരുടെ സൗണ്ടിലും മാറ്റമുണ്ട്. കാരണം ഈ കാലാവസ്ഥ മാറ്റാൻ തോന്നുന്നു. കാശിക്കുട്ടൻ്റെയും കണ്ണൻ്റെ അമ്മയ്ക്കും അനിമോൾക്കും എല്ലാവർക്കും തൊണ്ടവേദനയുടെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ കോഴിക്കുട്ടന്മാരെയൊക്കെ വിട്ട് തീറ്റ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ താണ്ട് നമ്മൾ വിരിച്ചിറങ്ങി പറഞ്ഞില്ലേ കോഴിക്കുട്ടികൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ തൊടിയിലേക്കൊക്കെ പോകും കാരണം കൊണ്ട് ഇത് എന്തൊക്കെയോ പിടിക്കുകയാണ്. ഈ പരുന്ത് അതുപോലെ വേറൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, അത് വന്നതിന് പിടിക്കുക. പിന്നെ നായ്ക്കളുടെ ശല്യം പിന്നെ പറയുവേണ്ട, അതാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ പരമാവധി വിടാറില്ല. വിട്ട സമയങ്ങളിൽ അവരത് തൂക്കിയിട്ട് പോവും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. കണ്ണനെയും കാശിക്കുട്ടനെയും കൂട്ടി പല്ല് തേക്കാൻ വേണ്ടി ഞങ്ങൾ പാടത്തിൻ്റെ അരികത്ത് പോയിട്ട് ഇങ്ങനെ നിന്നിട്ടോ. അവിടെ നിൽക്കുമ്പോൾ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പല്ല് തേക്കാം. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടാൾക്കും ചെറിയൊരു മടിയുണ്ട് പല്ല് തേക്കാൻ. രാവിലെ കയ്യോടെ വിരിഞ്ഞ് പൊക്കിയിട്ട് പോയില്ലെങ്കിൽ കാര്യം നടക്കില്ല. ഇങ്ങനെ മടി ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനി സ്കൂളൊക്കെ തുറക്കല്ലേ, എപ്പോഴും നമ്മൾ എന്നും ഉണ്ടാവില്ല. നമുക്ക് ചില സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരു കയ്യോടെ പല്ല് തേപ്പിച്ച് ശീലാക്കണം. പല്ല് തേക്കും, എന്നാലും പല്ല് തേപ്പിച്ച് എല്ലാ മക്കളും നമ്മൾ ശീലാക്കണം. അതാണ് അതിൻ്റെ ശരി. ഒരു 2 പേരെ നമുക്ക് കുളിപ്പിക്കണമെങ്കിൽ തലയിൽ നന്നായി എണ്ണ തേച്ച് കൊടുക്കണം. കാശിക്കുട്ടൻ്റെ തലയിൽ നന്നായി എണ്ണ തേച്ച് കൊടുക്കണം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് സാധാരണ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് അതിൽ നമ്മുടെ അമ്മ എന്തൊക്കെയോ വീട്ടിലെ പച്ചമരുന്നൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയൊരു എണ്ണ കേട്ടോ. അതാണ് ഇവിടെ തലയിൽ യൂസ് ചെയ്യുന്നത്. കാശിക്കുട്ടൻ്റെ തലയിലൊക്കെ എണ്ണ തേച്ച് കൊടുത്തപ്പോഴേക്കും കണ്ണൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. കണ്ണൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് നല്ല പണിയെടുക്കണം. കണ്ണൻ്റെ തല ഫുള്ള് ചുരുണ്ട മുടിയാണ്. അപ്പോൾ കണ്ണൻ്റെ പുറക്കൊന്ന് ഒഴിഞ്ഞു കൊടുത്ത് കണ്ണൻ്റെ തമാശയ്ക്ക് കണ്ണനൊന്ന് കിക്കിലേക്ക് പെടുത്ത് നോക്കിട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞാനും കണ്ണനും കൂടി. അപ്പം നമ്മുടെ കാശിക്കുട്ടൻ ഇത്തിരി വാശി കേട്ടോ. അവനോട് സ്നേഹം കാണിക്കുമ്പോൾ അവൻ നേരെ ഫ്രണ്ടിലുണ്ട്, വീഡിയോ എടുക്കുന്നത് അവനാണ് കേട്ടോ. ചൂടുവെള്ളത്തിലാണ് 2 പേര് ഇപ്പോൾ 2 നേരം കുളിപ്പിക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിവാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാലാവസ്ഥ വളരെ മോശമാണ്. മഴയും വെയിലും മാറി മാറി വരും കൊണ്ടേ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണനെ കുളിപ്പിച്ചാക്കിയ ശേഷം നമ്മുടെ കാശിക്കുട്ടനെ കൊണ്ടുവന്നു കേട്ടോ. കാശിക്കുട്ടനെ ഇപ്പോൾ പച്ചവെള്ളമാണെങ്കിൽ കുളിക്കാൻ കുറച്ച് മടി കാണിക്കും. ചൂടുവെള്ളം ആയതുകൊണ്ട് അവന് നല്ല ഇഷ്ടമാണ് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ണനെയും കാശിക്കുട്ടനെയും കുളിപ്പിച്ച് റെഡിയാക്കി. രാത്രി കഴിച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അനിമോളുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകി വെച്ചനെ. അമ്മയ്ക്കും അതെ, അമ്മയ്ക്ക് വയ്ക്കുമെങ്കിൽ അമ്മ കഴുകി വയ്ക്കും. ഇതിപ്പോൾ അമ്മയ്ക്കും വയ്യല്ല, അതുകൊണ്ട് എല്ലാ വട്ടയിലും ഇട്ട് വെച്ചിരിക്കുക പാത്രങ്ങളൊക്കെ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നമുക്ക് നല്ല പണി. ഇവരൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക കേട്ടോ. കഴുകി വയ്ക്കാമെന്നല്ല, നമുക്ക് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ശീലമുണ്ട്. നമ്മുടെ വീടത്തെ പണികളൊക്കെ എല്ലാം നമ്മൾ അത്യാവശ്യം എല്ലാം ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. വീട്ടിൽ പണികൾ ചെയ്യുന്നത് അത്ര വലിയ കുറച്ചിലുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നല്ല അന്തസ്സുള്ള കാര്യമാണ്. കാരണം എന്താണെന്നറിയോ, ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്നും ഇല്ലാതായി നോക്കണം. അപ്പം അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അങ്ങനെ അറിഞ്ഞു വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ള ഇല്ലാത്തതൊക്കെ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ കണ്ണൻ്റെയും കാശിക്കുട്ടൻ്റെയും കുറേ തുണികളുണ്ട്. അമ്മയുടെ ഉണ്ട് അതുപോലെ തുണികൾ. അങ്ങനെ എൻ്റെയും അങ്ങനെ 4 ആളുടെ തുണികളുണ്ട്. അതെല്ലാം തിരുമ്പി ഒക്കെ വൃത്തിയാക്കി പിഴിഞ്ഞ് അഴയിലിടാമെന്ന് വിചാരിച്ചപ്പോഴേക്കിട്ടോ മഴ. ഇപ്പം എപ്പോഴും മഴയാണോ, രാവിലെ മഴ, ഫുൾ ടൈം മഴ.
അതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല പ്രയാസമാണ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് അഴ കെട്ടിയിട്ടൊക്കെയാണ് തുണികൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ തുണികളൊക്കെ എടുത്ത് അങ്ങനെ തോരയൊക്കെ ഇട്ടു കേട്ടോ നമ്മൾ. ഇവരുടെ 3 പേരുടെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയി കൊടുത്തിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ. ഞാൻ കുളിച്ചിട്ട് പോലുമില്ല, രാവിലെ ഒരു ചായ മാത്രം കുടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കാൻ ഒരുപാട് നേരമായിട്ടോ. വിളക്ക് വയ്ക്കാൻ നമ്മൾ സാധാരണ നേരത്തെ വയ്ക്കണ വിളക്ക്. അപ്പോൾ ഇന്ന് വിളക്ക് വയ്ക്കാൻ ഒരു 8-8:30 ആയി കാണും. കണ്ണനെ ക്ലാസ് പോകാനുള്ള ടൈമായി ഇന്ന്. ആ സമയത്താണ് ഇന്ന് വിളക്ക് വയ്ക്കുന്നത്. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഭഗവാനോട് പറഞ്ഞ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ. എന്നിട്ട് ഞാനും കണ്ണനും കൂടിയും ക്ലാസ്സിന് പോവാണ്. ഇന്ന് 8:30ക്കാണ് സാധാരണ ക്ലാസ്സിന് എത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകി, കുറച്ചല്ല അരമണിക്കൂറോളം ലേറ്റായി. അപ്പം ഞാനും കണ്ണനും കൂടി അങ്ങനെ ക്ലാസ്സിന് പോവാണ്. അങ്ങനെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. എന്നും മഴ ഉണ്ടാവും, ഇന്നും മഴയില്ല. മുടി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയൊക്കെ ചീന്ത റെഡിയാക്കാട്ടോ നമ്മുടെ കണ്ണൻ. അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ചസ്മാരകത്തിലെത്തി. കണ്ണൻ അങ്ങനെ പാട്ട് ക്ലാസ്സിക്ക് വിട്ടു. നമ്മൾ ടാറ്റയും കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് വേണം ബാക്കി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്, അതിന് നമുക്ക് തുടങ്ങാൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി നിൽക്കുമ്പോഴേക്കും മഴ. പിന്നെ മഴയാണെന്ന് നോക്കില്ല. പിന്നെ നമ്മൾ മഴയാണ് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും പിന്നെ നടക്കില്ല. അങ്ങനെ കുറച്ചൊരു 10-50 കല്ല് താഴെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീടിൻ്റെ മേലേക്ക് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയാണെങ്കിലും സാറില്ല, അതാണ് കയറ്റി വെച്ചാൽ ആ പണി കഴിഞ്ഞല്ലോ. നമ്മുടെ ഫാമിലിയിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീട് പണി കഴിഞ്ഞോ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട് പണിയൊന്നും ഒന്നും ആയിട്ടില്ല, ലിൻഡൽ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയും നമ്മുടെ വീടിൻ്റെ വർക്കൊക്കെ കഴിയാൻ. വീടിൻ്റെ വർക്ക് കഴിയാൻ കുറച്ച് സമയമാവും. അങ്ങനെ കല്ലൊക്കെ കയറ്റി കഴിഞ്ഞ് ഒരു 2 ചാക്ക് കലവൊക്കെ കൂട്ടിയിട്ട്, 2 ചാക്കിന് കലവല്ല, വെറും 2 ചാക്ക് കലവ കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഷെഡിൻ്റെ അടുത്താണല്ലോ നമ്മുടെ സൺസൈഡ് വരുന്നത്. അപ്പോൾ ആ സൺസൈഡിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കുത്തി വീഴുന്ന വെള്ളമൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് തെറിക്കുക. രാത്രി കിടക്കുമ്പോഴൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് തെറിക്കാം. അപ്പോൾ അവിടെ ഒരു ബെൻഡ് പോലെ കെട്ടണം. അപ്പോൾ അതാണ് ഈ പരിപാടി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വേഗം വന്നിട്ട് വീട്ടിൽ പരിപാടി ഉണ്ട് എന്ന്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ താഴെ വീണിട്ട് നമുക്ക് നടക്കാൻ കുറച്ച് ചെറിയ വഴിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വെള്ളം കറക്റ്റായി ഡയറക്റ്റ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ അരികിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. വഴുക്കാണ് ഭയങ്കര. ഞാനും കാശിക്കൂട്ടനാട്ടോ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം വെള്ളുവനാടൻ ഫാമിലി.